ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ മാത്യു അർണോൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിനെ കുറിച്ചിട്ടും അദ്ദേഹം ലിറ്റററി ക്രിറ്റിസിസത്തിൽ കൊണ്ടുവന്ന എന്തൊക്കെ ഐഡിയാസ് ആണെന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് വിക്ടോറിയൻ ഏജിനെ കുറിച്ചിട്ടാണ്. ബിക്കോസ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത്. സോ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് ക്വീൻ വിക്ടോറിയയുടെ പീരീഡാണ്. ദാറ്റ് ഈസ് 1837 to 1901. ആ ഒരു കാലഘട്ടമാണ്. ഇവിടെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലായിട്ടും സയൻറ്റിഫിക് ആയിട്ടുമുള്ള ഗ്രോത്ത് ഉള്ള സമയമായിരുന്നു. മെഷീൻസ്, ഫാക്ടറീസ് ഇതൊക്കെ വർദ്ധിച്ചു വന്ന സമയമാണ്. സോ സോഷ്യൽ പ്രോബ്ലംസായ പോവർട്ടി, ക്ലാസ് സ്ട്രഗിൾ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ റിലീജിയസ് കാര്യങ്ങളിലുള്ള ഫെയ്ത്ത് അതിനെയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതൊക്കെ നഷ്ടമായിരുന്നൊരു സമയമാണ്. ബിക്കോസ് ആ സമയത്താണ് ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി വരുന്നത്. സോ ഈ ഒരു ഏജ് റിയാക്ട് ചെയ്യുന്നത് റൊമാൻറ്റിസിസത്തിനെതിരെ ആയിട്ടാണ്. കൂടുതലും റിയൽ ലൈഫിനും മൊറാലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സോ വിക്ടോറിയൻ പീരീഡ് തന്നെ 3 ഉണ്ട്. ദാറ്റ് ഈസ് ഏർലി പീരീഡ്. ഏർലി പീരീഡ് എന്ന് പറഞ്ഞാൽ റൈറ്റേഴ്സ് ഫോക്കസ് ചെയ്തിരുന്നത് സോഷ്യൽ പ്രോബ്ലംസും മൊറാലിറ്റിയും അങ്ങനെയൊക്കെ ഉള്ളതാണ്. സോ മെയിനായിട്ട് വരുന്ന റൈറ്റേഴ്സാണ് ചാൾസ് ഡിക്കൻസ്, തോമസ് കാർലൈൽ ഇവരൊക്കെ. പിന്നെ വരുന്ന മിഡിൽ പീരീഡാണ്. മിഡിൽ പീരീഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചറും സൊസൈറ്റിയും മൊറാലിറ്റിയും സെർവ് ചെയ്യണം, അതാണ്. സോ മാത്യു അർണോൾഡ്, ജോൺ റസ്കിൻ, ജോർജ് ഇലേറ്റ് ഇവരൊക്കെ കീ ഫിഗേഴ്സാണ്. ദെൻ ലേറ്റർ പീരീഡാണ് ആർട്ട് ഫോർ ആർട്ട്സ് സേക്ക് എന്ന് പറയുന്നത്. അതായത് ആർട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ബ്യൂട്ടിയാണ്, മൊറാലിറ്റി അല്ല. അതാണ് ഇവിടുത്തെ ഐഡിയ. സോ ഇവരുടെ ഈ ഒരു സമയത്തുള്ള കീ ഫിഗേഴ്സാണ് വാൾട്ടർ പാറ്റർ, ഓസ്കാർ വൈൽഡ് ഇവരൊക്കെ. ഇനി മാത്യു അർണോൾഡിൻ്റെ ലൈഫ് നോക്കാം. അദ്ദേഹം ഒരു മേജറായിട്ടുള്ള വിക്ടോറിയൻ ക്രിട്ടിക് ആൻഡ് പോയറ്റാണ്. അദ്ദേഹം ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. അതുപോലെ പോയട്രിയുടെ പ്രൊഫസറായി. ആൻഡ് ഈസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ ലിറ്റററി ക്രിറ്റിസിസം. സോ എന്താണ് അർണോൾഡിൻ്റെ പോയട്രി എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പോയംസ് എല്ലാം ഫെയ്ത്തിൻ്റെ നഷ്ടം, അതുപോലെ മോഡേൺ ലൈഫിൻ്റെ ഓരോ ഇഷ്യൂസ്, പ്രോബ്ലംസ്, പാസ്റ്റ് പ്രസൻറ്റ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇതിനൊക്കെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് പോയംസാണ് ഡോവർ ബീച്ച്, ദ സ്കോളർ ജിപ്സി ഇതൊക്കെ. ഇനി അർണോൾഡിൻ്റെ ഐഡിയ ഓഫ് ക്രിറ്റിസിസം എന്താ നമുക്ക് നോക്കാം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം മോഡേൺ സൊസൈറ്റി വളരെ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആവാൻ തുടങ്ങി. അതായത് ആൾക്കാരെല്ലാം ബിസി ആയി തുടങ്ങി. അപ്പം സ്പിരിച്വൽ ആയിട്ടുള്ള ഐഡിയാസൊക്കെ കുറേ കുറഞ്ഞു. സോ ഇതിനെയാണ് അദ്ദേഹം ഫിലിസ്റ്റിനിസം എന്ന് വിളിച്ചത്. അതായത് ആൾക്കാർ കൂടുതലും കെയർ ചെയ്യുന്നത് മണിയെക്കുറിച്ചിട്ടാണ്, മണി ആൻഡ് മെറ്റീരിയൽ ലൈഫ്. സോ അങ്ങനെയുള്ള ആൾക്കാരെ ഫിലിസ്റ്റീൻസ് എന്നാണ് വിളിച്ചത്. ഇനി എന്താണ് ക്രിറ്റിസിസത്തിൻ്റെ റോൾ എന്ന് പറയുന്നത്. സോ മാത്യു അർണോൾഡ് പറയുന്നത് ക്രിറ്റിസിസം ലിറ്ററേച്ചറിനെ ജസ്റ്റ് ജഡ്ജ് ചെയ്താൽ മാത്രം പോരാ, ബെസ്റ്റ് ഐഡിയാസ് സ്പ്രെഡ് ചെയ്യണം, അതുപോലെ സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യണം. സോ ഇതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ ഐഡിയ ആണ് ഡിസ്ഇൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഇതെന്ന് വെച്ചാൽ ന്യൂട്രൽ ആവുക എന്നാണ്. അതായത് പൊളിറ്റിക്സോ റിലീജിയനോ പേഴ്സണൽ കാര്യങ്ങളൊന്നും അതിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവാണ്ട് ന്യൂട്രലായിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും. അതാണ് നല്ലൊരു ക്രിട്ടിക് എന്ന് പറയുന്നത്. ഇനി ഫേമസ് ഡെഫിനേഷനാണ് ക്രിറ്റിസിസം ഈസ് എ ഫ്രീ പ്ലേ ഓഫ് ദ മൈൻഡ്. സോ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഓപ്പൺ തിങ്കിങ് ആണ്. അതായത് ബയസ് ഒന്നും ഇല്ലാണ്ട് ഓണസ്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും. ഇനി എന്താണ് എയിം ഓഫ് ക്രിറ്റിസിസം? അതായത് ട്രൂത്ത്, ബ്യൂട്ടി, പെർഫെക്ഷൻ ഇതിനെയൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ അനുസരിച്ച് ക്രിറ്റിസിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നൊരു വർക്കാണ് കൾച്ചർ ആൻഡ് അനാർക്കി. സോ ഈ ഒരു ബുക്കിൽ അർണോൾഡ് ഡിഫൈൻ ചെയ്യുന്നത് കൾച്ചറിനെ കുറിച്ചിട്ടാണ്. സോ അദ്ദേഹം പറയുന്നത് കൾച്ചർ എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ എന്നുള്ള ഒരു ടേമാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ എന്താണ് കൾച്ചർ? കൾച്ചർ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ മൈൻഡിൻ്റെയും ക്യാരക്ടറിൻ്റെയും ഒക്കെ ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ വിസ്ഡം, ബ്യൂട്ടി ഇതിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് ആണ്. സോ കൾച്ചറും റിലീജിയനും കൂടി ചേരുമ്പോഴാണ് ഹ്യൂമൻ പെർഫെക്ഷൻ ഉണ്ടാകുന്നത്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഐഡിയ എന്ന് പറയുന്നത് ലൈഫ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആണ്, അല്ലേ? സോ പെർഫെക്ഷൻ ഈസ് എ പ്രോസസ്സ്. അതായത് ഒരു പേഴ്സണിന് ഒരിക്കലും എന്താ പറയുക, കനോട്ട് ബിക്കം പെർഫെക്റ്റ് അലോൺ, അല്ല, ഒറ്റയ്ക്ക് പെർഫെക്റ്റ് ആവാനായിട്ട് കഴിയില്ല. സൊസൈറ്റി ഒരുമിച്ചാണ് വളരേണ്ടത്. സോ ഇതാണ് പറയുന്നത്. ഇനി വരുന്ന ഇമ്പോർട്ടൻ്റ് ഐഡിയ എന്ന് പറയുന്നത് കൾച്ചർ വേഴ്സസ് റിലീജിയൻ. അതായത് മാത്യു അർണോൾഡ് പറയുന്നതനുസരിച്ച് കൾച്ചർ എല്ലാ ഹ്യൂമൻ ക്വാളിറ്റീസും ഈക്വലി ഡെവലപ്പ് ചെയ്യും. അതായത് റിലീജിയൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ മോറൽ സൈഡാണ്. സോ കൾച്ചറാണ് ബാലൻസും ഹാർമണിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. നൗ കൾച്ചർ ആസ് ഇന്നർ ഡെവലപ്മെൻറ്റ്. സോ അർണോൾഡ് പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ഇൻവേർട്ട് കണ്ടീഷനാണ്. അതായത് മൈൻഡിൻ്റെ ഉള്ളിലുള്ളൊരു കണ്ടീഷനാണ്.
മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണലും മെക്കാനിക്കലുമാണ്. അതായത് ആൾക്കാർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് ജീവിക്കുന്നത്. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആൾക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മെഷീൻസ്, മണി, സക്സസ് ഇതിനൊക്കെയാണ്. പക്ഷേ അവർ ഇന്നർ ഗ്രോത്ത് ഇഗ്നോർ ചെയ്യണം. അതായത് തിങ്കിങ്, ബ്യൂട്ടി, വിസ്ഡം ഇതിനൊക്കെ ഇഗ്നോർ ചെയ്താണ് ജീവിക്കുന്നത്. സോ എന്താണ് ഈ ഒരു മോഡേൺ സൊസൈറ്റിയുടെ ഡേഞ്ചർ എന്ന് പറയുന്നത്? സോ അർണോൾഡ് ഇതിനെ വിളിക്കുന്നത് ഫെയ്ത്ത് ഇൻ മെഷീനറി എന്നാണ്. അതായത് ആൾക്കാർ കൂടുതലും ബിലീവ് ചെയ്യുന്നത് മണി, ഇൻഡസ്ട്രി, മെറ്റീരിയൽ, സക്സസ് ഇതിനോടൊക്കെയാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഹ്യൂമൻ വാല്യൂസ് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സൊസൈറ്റി കൂടുതലും നാരോ മൈൻഡഡായിട്ടാണ് വരുന്നത്. ഇനിയും കൾച്ചറിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, കൾച്ചർ ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാരോ തിങ്കിങ് റിമൂവ് ചെയ്യും, അതുപോലെ ഹ്യൂമൻ മൈൻഡിനെ ഇമ്പ്രൂവ് ചെയ്യും. സോ അദ്ദേഹം പറയുന്നത് ബ്രിങ് സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ് എന്നാണ്. അതായത് ബ്യൂട്ടി പ്ലസ് ഇൻ്റലിജൻസ്. സ്വീറ്റ്നെസ് എന്ന് പറയുന്നത് ബ്യൂട്ടിയാണ്, അതോടൊപ്പം തന്നെ ലൈറ്റിനെ സിംബലൈസ് ചെയ്യുന്നത് ഇൻ്റലിജൻസ് ആണ്. സോ ഇത് രണ്ടുമാണ് കൊണ്ടുവരുന്നത് എന്ത് കൾച്ചർ. നോ പോയട്രി വേഴ്സസ് റിലീജിയൻ. സോ അർണോൾഡ് പറയുന്നത് റിലീജിയൻ വീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ഫിലോസഫിക്ക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഇവിടെ അദ്ദേഹം പറയുന്നത് പോയട്രി റിലീജിയനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പോയട്രി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ ലൈഫിലുള്ള ട്രൂത്തിനെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, ലൈഫിൻ്റെ മീനിങ്ങിനെയും കാണിക്കുന്നുണ്ട്. സോ ഫേമസ് ഐഡിയ എന്ന് പറയുന്നത് പോയട്രി ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ഇനിയും ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം. ക്രിറ്റിസിസം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫിനപ്പുറത്തേക്കും പോകണം. അതായത് വളരെ യൂണിവേഴ്സലായിട്ട് കാര്യങ്ങളെ കാണണം, അതുപോലെ തന്നെ സൊസൈറ്റിയെ ഇൻ്റലക്ച്വലി ഇമ്പ്രൂവ് ചെയ്യണം. ഇത് ഫോക്കസ് ചെയ്യേണ്ടത് യൂട്ടിലിറ്റിയും പ്രോഫിറ്റിനെ, മെറ്റീരിയൽ സക്സസിനെ മാത്രമല്ല എന്നുള്ളതാണ് മെയിൻ ഐഡിയ. സോ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ലൈഫിനെ വേർതിരിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാസ്റ്റ് കൊണ്ടുവരുന്നത് ഔട്ട്വേർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ്, മെക്കാനിക്കലാണ്, മെറ്റീരിയലാണ്. ബട്ട് ഇൻവേർഡ് ലൈഫ് ഇസ് ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ. സോ അദ്ദേഹത്തിൻ്റെ എയിം എന്ന് പറയുന്നത് ഔട്ട്വേർഡിൽ നിന്നും ഇൻവേർഡ് ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇനി വരുന്നതാണ് ദ സ്റ്റഡി ഓഫ് പോയട്രി. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. സോ ഈ ഒരു എസ്സേയിൽ മാത്യു അർണോൾഡ് പറയുന്നത് പോയട്രി എന്ന് വെച്ചാൽ സീരിയസ് ആയിരിക്കണം, അതുപോലെ അത് സത്യം മാത്രമേ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് നല്ലൊരു പോയട്രി എന്ന് വെച്ചാൽ അത് ഹൈ സീരിയസ്നെസ് ഉള്ള ഒരെണ്ണമായിരിക്കും, അതുപോലെ ലൈഫിനെ ഡീപ്ലി റിഫ്ലക്റ്റ് ചെയ്യും. സോ ഈ നല്ലതും ചീത്തതും അല്ലെങ്കിൽ നല്ല പോയട്രി കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് അദ്ദേഹം ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി എക്സാം. ദാറ്റ് ഇസ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ പോയട്രി ജഡ്ജ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതായത് പോയംസിനെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സിൻ്റെ ഗ്രേറ്റ് ലൈൻസ് വെച്ച് കമ്പയർ ചെയ്യാണ്. സോ ഗ്രേറ്റ് പോയട്രി എന്ന് വെച്ചാൽ ട്രൂത്തും സീരിയസ്നെസ്സും ഒരുപോലെ കാണിക്കും എന്നുള്ളതാണ്. അത് ടച്ച് സ്റ്റോൺ മെത്തേഡ് ഇപ്പം ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പം ചില മെറ്റൽസിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഗോൾഡോ സിൽവറോ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റീസ് ഈ പുതിയ മെറ്റൽ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ് എന്നാണ് അർത്ഥം. സോ എന്ന് പറയുന്ന പോലെ പുതിയ പുതിയ പോയറ്റ്സ് എഴുതിയ കാര്യങ്ങളെ മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ഗ്രേറ്റ് പോയറ്റ്സ് എഴുതിയ ലൈൻസുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് അവരെഴുതിയ ക്വാളിറ്റീസും അല്ലെങ്കിൽ അവരെഴുതിയിട്ടുള്ള ഒരു ഡീപ്പ് കാര്യങ്ങളൊക്കെ ഇവരും ഇവരുടെ പോയത്തിൽ വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. സോ അങ്ങനെ കമ്പയർ ചെയ്തിട്ടത് ഉണ്ടെങ്കിൽ ആ ഒരു മാച്ച് വരുന്നുണ്ടെങ്കിൽ ഇവരും ഗ്രേറ്റ് പോയറ്റ്സ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി റിയൽ എസ്റ്റിമേറ്റ് ഓഫ് പോയട്രി. സോ അർണോൾഡ് പറയുന്നത് നമ്മൾ പോയട്രി ജഡ്ജ് ചെയ്യേണ്ടത് ഹിസ്റ്ററി വെച്ചിട്ടല്ല, പേഴ്സണൽ ലൈക്സും വെച്ചിട്ടല്ല, പക്ഷേ അത് റിയൽ ക്വാളിറ്റി വെച്ചിട്ടാണ്. സോ അത് കണ്ടുപിടിക്കാനാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അർണോൾഡിൻ്റെ ക്രിറ്റിസിസം എന്താ നമുക്ക് നോക്കാം. വളരെ ഷോർട്ടാക്കി പറയാനാണെങ്കിൽ ചില അദ്ദേഹത്തിൻ്റെ തിയറിയിലുള്ള ചില പ്രോബ്ലംസ് ആണ്. ഫോമിനൊക്കെ ഇഗ്നോർ ചെയ്യാതെ സ്റ്റൈൽ, സ്ട്രക്ചർ ഒന്നുമില്ല. അതുപോലെ പേഴ്സണൽ ഫീലിങ്ങിനോട് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ ഫുള്ളി സയൻറ്റിഫിക് അല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് പറയുന്നത്. സോ ഓവറോൾ മാത്യു അർണോൾഡ് നമ്മളെ പഠിപ്പിക്കുന്നത് ലിറ്ററേച്ചർ, ക്രിറ്റിസിസം ആൻഡ് കൾച്ചർ. ഇത് ആൾക്കാരെ അല്ലെങ്കിൽ സൊസൈറ്റിയെ സത്യത്തിലേക്കും ബ്യൂട്ടിയിലേക്കും പെർഫെക്ഷനിലേക്കും ഒക്കെ ഗൈഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. സോ ഇതിലൊരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് അതുപോലെ ഡെഫിനേഷൻസ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. സോ അങ്ങനെയാണ് പോയട്രി ജഡ്ജ് ചെയ്യാനായിട്ട് മാത്യു അർണോൾഡ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡി ഓഫ് പോയട്രി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പറയുന്നത് റിയൽ പോയട്രി ഹിസ്റ്ററിയോ പേഴ്സണൽ ലൈക്സിനെയോ വെച്ചിട്ടല്ല ജഡ്ജ് ചെയ്യേണ്ടത്, പക്ഷേ അതിൻ്റെ റിയൽ എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.